ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ കനത്ത തോൽവിയെ തുടർന്ന് CPM ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായ ആഭ്യന്തര വിമർശനം ഉയർന്നിരിക്കുകയാണ്. തലസ്ഥാന തോൽവിയിൽ പഴിചാരിയും തർക്കിച്ചും നേതാക്കൾ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നേതൃത്വത്തിനെതിരെയും ഭരണരീതിക്കെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. LDF-നുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണം സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. 45 വർഷമായി പാർട്ടി അടക്കിവാണിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തത് ജില്ലാ നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നാണ് പ്രധാന ആരോപണം. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഫലമനുസരിച്ച് 101 സീറ്റുകളിൽ BJP 50 സീറ്റുകൾ നേടിയപ്പോൾ LDF 29 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം നഗരസഭയിലെ തോൽവിക്ക് കാരണം പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണെന്ന് ജില്ലാ കമ്മിറ്റി അംഗം SP ദീപക് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലും മറ്റും വിഭാഗീയത നിഴലിച്ചതായി വിമർശനങ്ങളുണ്ടായി. വാർഡ് തലങ്ങളിൽ വിജയം ഉറപ്പാണെന്ന തെറ്റായ റിപ്പോർട്ടുകൾ നൽകിയത് പ്രവർത്തകരുടെ ജാഗ്രത കുറച്ചു. പലയിടങ്ങളിലും വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായതും തോൽവിക്ക് കാരണമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങളും മറ്റ് നേതാക്കളും ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അതുപോലെ മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനം ശരിയായില്ലെന്നും മേയർ ജനകീയമായി പ്രവർത്തിക്കണമായിരുന്നുവെന്നും മുൻ മേയറായിരുന്ന VK പ്രശാന്ത് യോഗത്തിൽ വിമർശിച്ചു. മേയറുടെ കെടുകാര്യസ്ഥതയും പെരുമാറ്റവും ജനങ്ങളിൽ പാർട്ടിക്കെതിരായ വികാരമുണ്ടാക്കിയെന്നും ഇത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമായെന്നും യോഗം വിലയിരുത്തി. കൂടാതെ പമ്പയിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനോടൊപ്പം കാറിൽ യാത്ര ചെയ്തത് തെറ്റായ സന്ദേശം നൽകിയെന്ന് വിമർശനങ്ങൾ. പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിച്ചത് വിശ്വാസികളെ അകറ്റിയെന്നും അത് BJPക്ക് ഗുണകരമായെന്നും നേതാക്കൾ വിലയിരുത്തി. പത്തനംതിട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M പത്മകുമാർ ഉൾപ്പെട്ട ശബരിമല സ്വർണ്ണ കവർച്ച കേസ് തിരിച്ചടിയായെന്ന് ജില്ലാ സെക്രട്ടറി V ജോയ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ വാദം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. കുറ്റത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. ശബരിമല തിരിച്ചടിച്ചെന്നാണ് CPM ജില്ലാ റിപ്പോർട്ട്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകിയത് വിശ്വാസികളെ അകറ്റാൻ കാരണമായെന്നും ആഘാതം തിരിച്ചറിയാൻ കഴിയാതെ പോയെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള വിവാദങ്ങളും M പത്മകുമാറിനെതിരായ നടപടി വൈകിയതും ജനങ്ങൾക്കിടയിൽ പാർട്ടിക്കുള്ള പ്രതിച്ഛായയെ ബാധിച്ചു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഇടപെടലുകൾ MLA-മാർക്കിടയിൽ അതൃപ്തിയുണ്ടാക്കിയതായും ആരോപണങ്ങളുണ്ട്. തലസ്ഥാനത്തെ തോൽവി വിലയിരുത്തിയത് കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റുവെന്നത് കണ്ടുപിടിക്കാൻ 22 ചോദ്യങ്ങളുള്ള ചോദ്യാവലിയും പുറത്തിറക്കിയിട്ടുണ്ട്. CPM വോട്ട് ചേർത്ത കണക്ക് മുതൽ വോട്ട് നഷ്ടപ്പെട്ടതുവരെ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടുള്ള ചോദ്യാവലിയാണ് കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നോ, ശബരിമല തിരിച്ചടിയായോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദ്യാവലിയിൽ ഇല്ല എന്നത് എടുത്തു പറയേണ്ടതാണ്.